ഒരിക്കൽ അഗസ്ത്യമുനി ഭഗവാൻ ശിവനെ കാണാൻ കൈലാസത്തിലേക്കെത്തി. ഹിമാലയത്തിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് 2 പുണ്യകുന്നുകൾ ശിവഗിരിയും ശക്തിഗിരിയും കൊണ്ടുവരാൻ തന്നെ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ അഗസ്ത്യൻ തൻ്റെ ശിഷ്യനായ അസുരനായ ഇടുമ്പനോട് ആ കുന്നുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ ഭാരിച്ച കുന്നുകൾ വഹിക്കാൻ ശക്തനായ ഇടുമ്പൻ ദണ്ഡിൻ്റെ ഇരുവശത്തുമുള്ള കുന്നുകളെ സന്തുലിതമാക്കി ഒരു കാവടി സൃഷ്ടിച്ചു. അദ്ദേഹം ദണ്ഡ് തോളിൽ തൂക്കി ഭാരവുമായി തെക്കോട്ട് നയിച്ചു. ഇന്നത്തെ തമിഴ്നാട്ടിലെ പളനി പട്ടണത്തിനടുത്തുള്ള ഒരു വനത്തിലെത്തിയപ്പോൾ ഇടുമ്പൻ ക്ഷീണിതനായി. വിശ്രമിക്കാനായി അദ്ദേഹം നിലത്തിരുന്നപ്പോൾ കുന്നുകൾ താഴെ വെച്ചു. യാത്ര തുടരാൻ തയ്യാറായപ്പോൾ അവ വീണ്ടും ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല. കുന്നിന്റെ മുകളിൽ ഒരു കൊച്ചുകുട്ടി നിൽക്കുന്നത് കണ്ടു. അവൻ അതിന്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെട്ടു. ആ കുട്ടി മുരുകനാണെന്നറിയാതെ ഇടുമ്പൻ താഴെ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന ഒരു ഘോരമായ യുദ്ധത്തിൽ മുരുകൻ ഇടുമ്പനെ വധിച്ചു. ഇടുമ്പന്റെ ഭാര്യയും അഗസ്ത്യമുനിയും ഇടുമ്പനെ ജീവിപ്പിക്കാൻ മുരുകനോട് അപേക്ഷിച്ചു. അങ്ങനെ മുരുകൻ അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. 2 കുന്നുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു കാവടി ചുമന്ന് പഴനിക്കുന്നിൽ മുരുകനെ ആരാധിക്കാൻ വരുന്ന ഏതൊരാൾക്കും അനുഗ്രഹം ലഭിക്കണമെന്ന് വിനീതനായ ഇടുമ്പൻ പ്രാർത്ഥിച്ചു. കുന്നിന്റെ പ്രവേശന കവാടത്തിൽ നിത്യകാവൽക്കാരനായി തന്നെ നിയമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.